വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഇത് സുഖവാസ കേന്ദ്രം തന്നെയാണ്, നിനക്ക് സ്വർഗമാണോ നരകമാണോ എന്നുള്ളത് നമ്മുടെ മുതലാളി വന്ന് തീരുമാനിക്കുമെന്ന് പറയുന്നുണ്ട്. അന്നേരം വരട്ടെ എന്നും പറഞ്ഞ് വേലായുധനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അബൂബക്കർ ആണെങ്കിൽ വേലായുധൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം വേലായുധൻ ചോദിക്കുകയാണ്, നിങ്ങളെ ഞാൻ തല്ലിയിട്ടുണ്ടോ, ഈ ഒരു കൊട്ടേഷൻ്റെ ഉപദ്രവിച്ചിട്ടുണ്ടോ, ഈ ഒരു കൊട്ടേഷനൊക്കെ കണ്ടിട്ട് ചോദിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അബൂബക്കർ ആകെ ദേഷ്യപ്പെടുകയാണ്. അബൂബക്കറെ പിന്നെ വേലായുധൻ്റെ ഷർട്ടിൻ്റെ കോളറിന് കുത്തിപ്പിടിച്ചങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. നീ എന്തിനാടാ മൊഴി മാറ്റി പറഞ്ഞത്, ഗോപാലകൃഷ്ണനെ പേടിച്ചിട്ടാണോ അതോ വിഷ്ണുവിനെ പേടിച്ചിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വേലായുധന് മനസ്സിലാവുകയാണ്, ഓ അപ്പോൾ അതാണല്ലേ കാര്യം, എന്നെ കുത്തിയത് ചാച്ചപ്പനാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആര് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം നിങ്ങളെല്ലാവരും കൂടി ഒരു ചെറുപ്പക്കാരനെ ഇല്ലാതാക്കിയില്ലേ, നസീർ, അവൻ്റെ വാപ്പയാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഈ വേലായുധനാണെങ്കിൽ ആ നസീറിൻ്റെ ശരീരം മറവ് ചെയ്ത ആ ഒരു സ്ഥലമൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അന്നേരവും പറയുന്നുണ്ട്, ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് ഈ അബൂബക്കർ ആണെങ്കിൽ. അന്നേരം എല്ലാ രഹസ്യങ്ങളും എനിക്ക് അറിയുക തന്നെ വേണമെന്ന് പറഞ്ഞ് അടിക്കുക ചെയ്യുമ്പോൾ തല്ലുകയാണെങ്കിൽ അങ്ങോട്ട് കൊന്നേക്കണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അബൂബക്കർ പറയുന്നുണ്ട്, ഇനി നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുമ്പോൾ കാലൻ്റെ ഒരു ഭാവമായിരിക്കും എനിക്ക്, എല്ലാ സത്യങ്ങളും അറിയുക തന്നെ വേണമെന്നും പറഞ്ഞ് വീണ്ടും ഈ വേലായുധനെ ഉപദ്രവിക്കാനുള്ള ശ്രമമാണ്. അന്നേരം പറയുന്നുണ്ട്, എന്നെ തല്ലിയാലേ ഞാനത് ഓർമ്മിച്ച് വെച്ചിരിക്കും, തിരിച്ച് ഞാൻ തല്ലുക തന്നെ ചെയ്യും, ഇതൊക്കെ തരണം ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഈ വേലായുധനെ മുറിവ്, ആ ഒരു നേരത്തെ കുത്തേറ്റ മുറിവ് ഇങ്ങനെ വേദനിക്കുക ചെയ്യുന്നുണ്ട് വേലായുധൻ. അങ്ങനെ അത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അബൂബക്കർ ഒന്നും കാര്യമാക്കുന്നില്ല. അപ്പോൾ വേലായുധനൊന്നും പറയില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഇവനെ എങ്ങനെ ചോദിച്ചാൽ പോരാ, നല്ലവണ്ണം പെരുമാറിക്കോ, അകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന മുഴുവൻ പുറത്ത് വരണം എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ അങ്ങ് പോവുകയാണ്. തുടർന്ന് അബൂബക്കറിൻ്റെ ഗുണ്ടകൾ വേലായുധനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അന്നേരമാണ് പറയുന്നത്, തല്ലിയതിനെയും കൊന്നേക്കണം, ഇല്ലെങ്കിൽ എന്നെ തല്ലിയവനെയും ഞാൻ തല്ലി കൊടുത്തവനെയും നന്നായിട്ട് ഓർമ്മിച്ച് വെച്ചേക്കും എന്ന് പറയുമ്പോൾ വീണ്ടും വരെ ഉപദ്രവിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ വേലായുധമൊന്നും പറയുന്നില്ല. ഇതേ സമയം അവിടെ വിഷ്ണു ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. സത്യയും പപ്പിയും കൂടി വിഷ്ണുവിനെ അങ്ങോട്ട് മുഖത്തൊക്കെ കോലം വരയ്ക്കുകയാണ്. പൗഡർ ഇടുന്നുണ്ട്, പൊട്ട് ഇടുന്നുണ്ട്, പിരിയൊക്കെ നേരെയാക്കുന്നുണ്ട്. അന്നേരം ഇങ്ങനെയൊക്കെ ചെയ്താൽ പെണ്ണാകുമോ എന്നിങ്ങനെ പപ്പി ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, ലിപ്സ്റ്റിക് ഇടണം, പിന്നെ സാരി ഉടുത്ത് ബ്ലൗസൊക്കെ ഇടിപ്പിക്കണമെന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്ക് വിഷ്ണു വെച്ചാൽ ഉണരും, അപ്പോൾ അങ്ങോട്ട് ശരിയാവില്ല, നമുക്ക് ഇതൊക്കെ ചെയ്താൽ മതി, പതിയെ ചെയ്യുന്നൊക്കെ ഇങ്ങനെ സത്യ പറയുന്നുണ്ട് പപ്പിയോട്. അന്നേരം പപ്പി പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കവളിൻ്റെ മാറുകൊക്കെ വലുതാക്കണമെന്ന് പറയുകയാണ്. സത്യ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം ഇനി വിഷ്ണു വെച്ചാൽ ഉണരുമെന്നിങ്ങനെ പപ്പി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് താഴെ നിന്ന് ശാലിനിയാണെങ്കിൽ സത്യയെ പപ്പി ഭക്ഷണം എടുത്തു വെച്ചു എന്ന് വിളിക്കുകയാണ്. അന്നേരം എല്ലാം നശിപ്പിച്ചു എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. അന്നേരം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നിങ്ങനെ പപ്പി ചോദിക്കുകയാണ്. അന്നേരം എല്ലാം ഒതുക്കി വയ്ക്കും, നമുക്ക് താഴേക്ക് പോവാം, അല്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട് കയറി വരുമെന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വരുമെന്നൊക്കെ പറയുകയാണ്. ഈ സമയത്ത് കമലനാണെങ്കിൽ വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അന്നേരം അയ്യോ അച്ഛൻ ഇപ്പോൾ ഉണരും, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് താഴേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സത്യ ഫോൺ കോൾ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി താഴോട്ട് പോകുന്നുണ്ട്. കമലം വിചാരിക്കണം, ആശാൻ ഇത്രയ്ക്ക് ബിസിയാണ്, കട്ട് ചെയ്തല്ലോ, ഒന്നുകൂടി വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കമലം ഒന്നുകൂടി വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ ഈ ബെല്ല് കേട്ടുകൊണ്ട് വിഷ്ണു ഉണരുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു കട്ടിലേക്ക് ഇരുന്നിട്ട് അങ്ങോട്ട് ഫോൺ ചെയ്യുകയാണ്. അന്നേരം ഒരു സൈഡ് തിരിഞ്ഞാണ് ഇങ്ങനെ വിഷ്ണു ഇരിക്കുന്നത്. ഈ സമയത്ത് ശാലിനി കയറി വരുന്നുണ്ട്. അന്നേരം അല്ല ആശാനെ, ആശാൻ തിരക്കിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇല്ലടാ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം അല്ല വെറുതെ ഒന്ന് ഞാൻ വിളിച്ചതാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ശാലിനി വരുന്നത്. അന്നേരം എന്തിനാടാ നീയൊക്കെ എന്നെ ഇത്ര സ്നേഹിക്കുന്നത്, നീ ആരാ എൻ്റെ കാമുകയാണോ, എന്നെ സ്നേഹിക്കാനായിട്ട് എൻ്റെ സുന്ദരിയായ ഭാര്യ ഉണ്ടെന്ന് പറയുകയാണ്. എൻ്റെ ശാലിനി ഇങ്ങനെ കട്ടിലേക്ക് വന്നിരിക്കുന്നുണ്ട്. വിഷ്ണു പക്ഷേ മറു സൈഡിലേക്ക് നോക്കി ഫോൺ ചെയ്യുന്നതുകൊണ്ട് വിഷ്ണുവിൻ്റെ മുഖം ശാലിനി കാണുന്നുമില്ല. അന്നേരം ഞങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നീ ഇങ്ങനെ കത്തി വെച്ച് കളയുന്നത് ഇങ്ങനെ വിഷ്ണു പറയുകയാണ്, ഇങ്ങനെ ശാലിനിയെ തട്ടിക്കൊണ്ട്. അന്നേരം അയ്യോ ഞാനത് ഓർത്തില്ല ആശാൻ, എങ്കിലേ നടക്കട്ടെ, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയുകയാണ്. അന്നേരം എന്ത് നടക്കട്ടെ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. അല്ല എന്താണ് ആശ ഉദ്ദേശിച്ചത്, അതങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കമലം പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അന്നേരം കമലിനാണ് വിളിച്ചതെന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, കമലിനാണ് വിളിച്ചത്, അവനെ കൂടെ സ്നേഹം തോന്നുമ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ വിഷ്ണുവേട്ടാ എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷ്ണുവിനെ വിളിക്കുകയാണ്. അന്നേരമാണ് എന്താന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. പക്ഷേ ശാലിനി പെട്ടെന്ന് ഇങ്ങനെ തിരിയുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖം കാണുകയാണ്. അന്നേരം ഒന്നുകൂടി നോക്കുമ്പോൾ ശാലിനിക്ക് ആകെപ്പാടെങ്കിൽ ചിരി വരുന്നുണ്ട്. അന്നേരം വെറുതെ വിളിച്ചതാണ് കമലം, പിന്നെ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ കമലിൻ്റെ കാര്യം ഇങ്ങനെ പറയുകയാണ്. ശാലിനിയുടെ എങ്ങും പൊട്ടിച്ചിരി കണ്ടിട്ട് ഇതെന്തിനാ ചിരിക്കണത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ശാലിനി ഒന്നും മിണ്ടുന്നില്ല, തലയറിഞ്ഞങ്ങ് ചിരിക്കുകയാണ്. അന്നേരം ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ ഇങ്ങനെ വീഡിയോ ഓണാക്കി ക്യാമറ ഓണാക്കുന്നുണ്ട് ഫോണിൽ. അന്നേരം ഫോട്ടോ എടുക്കാനാണോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ പോസ്റ്റൊക്കെ ചെയ്യുകയാണ്. അന്നേരം ശാലിനിയുടെ ചിരി കണ്ടിട്ട് ഇതെന്തിനാ ഇങ്ങനെ ഇപ്പോൾ കിണിക്കണത്, ഇവിടെ ആരെങ്കിലും പേക്കോലം കെട്ടിയിരിക്കുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അല്ലാതെ പിന്നെ എന്തുവാ കെട്ടി നിൽക്കുന്നതെന്ന് പറയുമ്പോൾ വിഷ്ണുവിന് മനസ്സിലാകുന്നില്ല. അത് അവസാനം വിഷ്ണുവിനെ ശാലിനി ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് കണ്ണാടി മുമ്പിൽ കൊണ്ടുപോയി നിർത്തുമ്പോൾ അയ്യേ ഇതെന്തുവാന്നൊക്കെ പറഞ്ഞ്
പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ മൊത്തം നോക്കുകയാണ്. ആരാണ് ഈ പണി ഒപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിന് ചിരിയും വരുന്നുണ്ട്. അന്നേരം വേറെ ആരുമല്ല, മഹാൻ്റെ 2 മക്കളും കൂടി ചേർന്ന് തന്നെയാണിത്. അച്ഛൻ്റെ മക്കളല്ലേ, വിത്ത് ഗുണം 10 എന്നിങ്ങനെ വിഷ്ണുവിനെ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചുകൊണ്ട് ശാലിനി പറയുകയാണ്. അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട്, ആഹാ നല്ലത് കാണിക്കുമ്പോൾ അമ്മയുടെ മക്കളും കുരുത്തക്കേട് കാണിക്കുമ്പോൾ അച്ഛൻ്റെ മക്കളും അല്ലേ, അത് കൊള്ളാമല്ലോ, ഇപ്പം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ആണെങ്കിൽ തൻ്റെ നെറ്റിയിലെ പൊട്ടാണെങ്കിൽ ശാലിനിയുടെ നെറ്റിയിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചു കൊടുക്കുമ്പോൾ ആ പൊട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇനി കൊള്ളാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു നോക്കുകയാണ്. ഇനി ലിഫ്റ്റിക്ക് അല്ലേ എന്നും പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ കവിളിലേക്ക് ഇങ്ങനെ ഉമ്മ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ആവുന്നുണ്ട്. എന്നിട്ട് മുഖം മൊത്തം വെച്ച് തേക്കുകയാണ്. വിഷ്ണുവിൻ്റെ മുഖത്തുള്ളതെല്ലാം ശാലിനിയുടെ മുഖത്തേക്ക് ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനിയെ പിന്നെ കണ്ണാടിയുടെ മുമ്പിലേക്ക് വിഷ്ണു കൊണ്ടുവന്ന് നിർത്തുകയാണ്. ഇപ്പം എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ശാലിനി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് വിഷ്ണു. എന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തൻ്റെ കണ്ണുകളിൽ നിന്ന് എൻ്റെ കണ്ണുകൾ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല, ഈ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി താനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശാലിനി ഇങ്ങനെ ചേർത്ത് പിടിച്ച് വീണ്ടും ഇങ്ങനെ മുത്തം കൊടുക്കാനായിട്ട് വരുമ്പോൾ താഴെ നിന്നുകൊണ്ട് രാഘവൻ നായർ വിളിക്കുകയാണ്, വിഷ്ണു എന്ന് വിളിക്കുകയാണ്. അന്നേരം വിഷ്ണുവിന് അകപ്പാടെ ദേഷ്യം വന്ന് പല്ലങ്ങോട്ട് കടിച്ചു പിടിക്കുകയാണ്. കട്ടുറുമ്പ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശാലിനി എവിടെ എന്നിങ്ങനെ തറയിൽ നോക്കുകയാണ്. അന്നേരം സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന് പറയുകയാണ്. അന്നേരവും താഴെ നിന്ന് രാഘവൻ നായർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ചെന്നില്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വരുമ്പോൾ പോവാ എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി വിളിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിനെ ശാലിനിയോട് പിടിച്ച് നിർത്തുകയാണ്. അന്നേരം വീണ്ടും എന്താണെന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ വിഷ്ണുവേട്ടൻ ഇപ്പോൾ പഴയ പോലെ അല്ല എന്ന് പറയുകയാണ്. അന്നേരം എന്താ, ഞാൻ സ്നേഹമൊക്കെ കാണിക്കുന്നില്ലേ, സ്നേഹം കുറവുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സ്നേഹം കുറവല്ല, സ്നേഹം കൂടുതലാണ്, എന്തൊക്കെയോ വിഷ്ണുവേട്ടൻ്റെ പ്രശ്നങ്ങളുണ്ട്, നമുക്കൊരു ഡോക്ടറെ കാണാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവിന് കുറച്ച് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം എനിക്ക് താൻ പറഞ്ഞ് രോഗിയാക്കല്ലേ, ഞാനിപ്പോൾ നടക്കുന്നില്ലേ, ഓടുന്നില്ലേ, ഇനിയിപ്പോൾ ചാടണോ, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഒരു പ്രശ്നമില്ല, ഞാൻ ഡോക്ടറെ ഒന്നും കാണേണ്ട ആവശ്യമില്ല, താൻ എന്നെ പറഞ്ഞ് രോഗിയൊന്നും ആക്കണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി അങ്ങ് പിണക്കം പോലെ കാണിക്കുകയാണ്. ശരി എങ്കിലും ഒന്നും വേണ്ട, ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ കണ്ണീരൊക്കെ തുടച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. അന്നേരം വിഷ്ണു പിടിച്ചു തരുന്നുണ്ട്. അങ്ങനെ പിണങ്ങല്ലേ, തനിക്കിപ്പോൾ എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ തലവനിച്ച് നിൽക്കുന്നേ ഉള്ളൂ. ഡോക്ടറെ കാണണം അതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതേ ഇങ്ങനെ ശാലിനി തലവലിക്കുമ്പോൾ എങ്കിൽ പിന്നെ കണ്ടുകളയാം, നാളെ തന്നെ കണ്ടുകളയാം എന്നിങ്ങനെ പറയും. അത് പോരെയും ചോദിക്കുകയാണ്. അന്നേരം അത് മതി എന്ന് പറയുകയാണ്. അന്നേരം തുടർന്ന് ശാലിനിയാണെങ്കിൽ ഞാൻ മുഖം കഴുകിയിട്ട് വരാമെന്നും പറഞ്ഞ് പിന്നെ ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. അന്നേരം വിഷ്ണു കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് അയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അങ്ങോട്ട് തുടയ്ക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ പിന്നെ വേലായുധൻ്റെ മകള് വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ്. ഞാൻ വേലായുധൻ്റെ മകൾ റാണിയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ബാലേട്ടൻ്റെ കട വരെ കൂട്ടിക്കൊണ്ട് വന്നതാണ്, പക്ഷെ പിന്നെ അച്ഛനെ കാണാനില്ല, എങ്ങോട്ട് പോയി എന്ന് അറിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വിഷ്ണു കാണുന്നുണ്ട്. വിഷ്ണു പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയാണ്. അന്നേരം ആരാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതാരും ഇല്ല, വെറുതെ എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. എന്നിട്ടാണ് ഇത്രയും സംസാരിച്ചതെന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം അവിടെ ഫോൺ കട്ട് ചെയ്തു, ഇനി കട്ടായി പോയതാണോ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി റാണി വീണ്ടും ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം ഫോൺ ഇങ്ങനെ ബെല്ലടിക്കുമ്പോൾ പിന്നെ വിഷ്ണു എടുക്കുന്നില്ല. അന്നേരം എന്തെങ്കിലും അത്യാവശ്യക്കാരായിരിക്കും എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും പലിശക്കാരായിരിക്കും, എടുത്താൽ മെനക്കെടുത്തതാണ്, നമ്മൾ കൊടുത്തത് പിന്നെ കൊടുത്തു തുടങ്ങിയത് അറിഞ്ഞില്ല, ഇനി ഓരോരുത്തർ വിളിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇനി ഓഫാക്കി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു പെട്ടെന്ന് ഫോൺ ഓഫ് ചെയ്യുന്നുണ്ട്. അന്നേരം അവിടെ ഫോൺ വിളിച്ചിട്ട് കിട്ടാകുമ്പോൾ ഒന്നുകൂടി വിളിക്കുന്ന ഇങ്ങനെ വേലായുധൻ്റെ ഭാര്യ പറയുമ്പോൾ റാണി വീണ്ടും വിളിക്കുന്നുണ്ട്. അന്നേരം സ്വിച്ച് ഓഫ് ആക്കി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്തെങ്കിലും തിരക്കിലാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവരിങ്ങനെ സംസാരിക്കുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവിൻ്റെ മനസ്സ് മുതൽ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞ കാര്യമാണ് നിൽക്കുന്നത്. പെട്ടെന്ന് വിഷ്ണു ബാത്റൂമിലേക്ക് ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങ് പോവുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ ആ സംസാരമൊക്കെ. വിഷ്ണുവിൻ്റെ എന്തിനാ ഫോണും കൊണ്ട് അകത്തേക്ക് പോയത്, എന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, അതൊക്കെ കണ്ടുപിടിക്കണമെന്നിങ്ങനെ ശാലിനി ആലോചിച്ചിട്ട് ശാലിനി റൂം വിട്ട് താഴേക്ക് പോകുന്നുണ്ട്. അന്നേരം അകത്തേക്ക് ബാത്റൂമിലേക്ക് പോയ വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. വേലായുധൻ എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത്, ഇനി ആരെങ്കിലും പൊക്കിയതായിരിക്കുമോ, കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വിഷ്ണു അവിടെ നിൽക്കുകയാണ്. അതേസമയം ഈ റാണി വീണ്ടും വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അന്നേരം എന്തെങ്കിലും തിരക്കിലാകുമെന്ന് ഇങ്ങനെ വേലായുധൻ്റെ ഭാര്യ പറയുന്നുണ്ട്. അന്നേരം മനഃപൂർവ്വം ചിലപ്പോൾ കട്ട് ചെയ്തതായിരിക്കും, നമ്മളെ സഹായിക്കാൻ വന്നിട്ട് എന്തെല്ലാം കുഴപ്പങ്ങളാണ് ആ ചേട്ടനുണ്ടായത്, അപ്പോൾ എല്ലാവരും പ്രശ്നത്തിലേക്ക് ചാടാനായിട്ട് ഒന്നും അടിക്കും, നമുക്ക് കഷ്ടകാലമാണ്, നമ്മുടെ കൂടെ കൂടുന്നവർക്കും കഷ്ടകാലമാണ്, ഇത് എന്ത് ചെയ്യുമെന്നിങ്ങനെ അവർ രണ്ടുപേരും ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം വേലായുധൻ്റെ ഭാര്യ പറയുന്നുണ്ട്, ഗോപാലകൃഷ്ണൻ ചേട്ടനെ ഒന്ന് ഫോൺ വിളിക്കാം, വിഷ്ണുവിൻ്റെ കയ്യിൽ പൈസ കൊടുത്തു വിട്ടത് ആ ചേട്ടനല്ലേ, അച്ഛൻ്റെ സുഹൃത്തല്ലേ, ഡയറിയിൽ നമ്പർ കാണും, നീ അതെടുത്ത് പോയി നടന്ന കാര്യങ്ങളെല്ലാം പറയുമെന്ന് പറയുമ്പോൾ ഈ കുട്ടി ഫോണും കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്.
ഇതേ സമയം അവിടെ വേലായുധനാണെങ്കിൽ തറയിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. ഗുണ്ടകളാണെങ്കിൽ ചുറ്റും ഇങ്ങനെ ഫോണൊക്കെ നോക്കി ഇരിപ്പുണ്ട്. വീണ്ടും അബൂബക്കർ വരുന്നുണ്ട്. അന്നേരം ഇവൻ ഇതുവരെ ഉണർന്നില്ലേയും ബോധം വീണില്ലേയും ചോദിക്കുകയാണ്. പിന്നെ ബോധമൊക്കെ വീണ് 2 അടിക്കാൻ വകയുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലയെന്നറിഞ്ഞപ്പോൾ വീണ്ടും ചുരുണ്ടുകൂടി കിടക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പച്ചവെള്ളം കൊടുക്കരുത്, ഇവന് വിശപ്പിൻ്റെ വില എന്താണെന്ന് അറിയണം, എങ്കിലേ ഇവൻ സത്യങ്ങളൊക്കെ തുറന്നു പറയുകയുള്ളൂ, അല്ലാതെ അബൂബക്കറിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വേലായുധൻ ഇങ്ങനെ കണ്ണ് തുറക്കുന്നുണ്ട്. അപ്പോൾ നീ കള്ള ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നല്ലേ ചോദിക്കുന്നുണ്ട്. അന്നേരം അല്ലാതെ പിന്നെ ഇവൻ്റെയൊക്കെ ഈ അടി കൊണ്ട് ഞാൻ ബോധം കെടുകയാണെന്ന് വിചാരിച്ചു, അതൊന്നും വേലായുധന് കിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നിനക്ക് ഇത്തിരിയെങ്കിലും ബോധമുണ്ടോ? നിൻ്റെ മകളുടെ കല്യാണമല്ലേ, നിനക്ക് ആ കല്യാണം കൂടണ്ടേ, ആ കൊച്ചിൻ്റെ തന്ത നീയല്ലേ എന്നൊക്കെ ഇങ്ങനെ അബൂബക്കർ ചോദിക്കുകയാണ്. അന്നേരം പിന്നെ ആഗ്രഹം ഉണ്ടായിട്ട് എന്താ കാര്യം, നിങ്ങൾ എന്നെ സ്കെച്ചിട്ട് ഇവിടം വരെ എത്തിരിച്ചിരിക്കുകയല്ലേ ചോദിക്കുകയാണ്. അന്നേരം എൻ്റെ ഒരൊറ്റ ചോദ്യത്തിന് നീ ഉത്തരം പറഞ്ഞാൽ മതി, നിനക്ക് അന്തസ്സായിട്ട് കല്യാണം അവിടെ നിന്ന് നടത്താം, നിന്നെ ആരും തടയില്ല. എൻ്റെ മകനെ നീയും ഗോപാലകൃഷ്ണനും കൂടി ഇല്ലാതാക്കി മറവ് ചെയ്തത് എവിടെയാണെന്ന് പറഞ്ഞാൽ മാത്രം മതി എന്നിങ്ങനെ പറഞ്ഞ് വീണ്ടും അബൂബക്കർ വേലായുധനെയും ഷർട്ടിനെ കുത്തിപ്പിടിക്കുകയും അങ്ങോട്ട് പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വേലായുധനാണെങ്കിൽ ഒന്നും പറയുന്നില്ല. അന്നേരം നിന്നെ പേടിച്ച് ഞാൻ പിന്നെ ഇങ്ങനെ ഇരിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട, മുറിച്ചിട്ടാൽ മുറി കൂടുന്നതാണ് വേലായുധൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അടുത്ത തവണ ഞാൻ വരുമ്പോൾ എനിക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം കിട്ടിയിരിക്കണം, നിൻ്റെ മകളുടെ കല്യാണം കൂടണമോ അതോ നീ സത്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഇല്ലാതാക്കും. അപ്പോൾ പെലെ ഉണ്ടെങ്കിൽ മകളുടെ കല്യാണം നടത്താനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ സത്യമൊക്കെ പറഞ്ഞ് അന്തസ്സായിട്ട് കല്യാണം കൂടണോ അതോ പിടുമരണം വാങ്ങി ആ പെൺകുട്ടിയുടെ കല്യാണം മുടക്കണോ നീ ആലോചിച്ച് തീരുമാനിക്കുക, അടുത്ത പ്രാവശ്യം വരുമ്പോൾ വ്യക്തമായ ഉത്തരം വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചങ്ങോട്ട് തള്ളിയിട്ട് അബൂബക്കർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരം വേലായുധൻ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അന്നേരം വേലായുധൻ വീണ്ടും പുകയൊക്കെ വലിക്കുന്നുണ്ട്. അന്നേരം നിനക്ക് വേണോടാ, ഒരു പുക വേണമെങ്കിൽ എടുത്തോടാ എന്നൊക്കെ ഗുണ്ടകളോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ചീട്ടുണ്ടോടാ നിങ്ങളുടെ കയ്യിലെങ്കിൽ നമുക്കൊരു കളി കളിക്കാം എന്നൊക്കെ പറയുമ്പോൾ കഷ്ടം തന്നെ, പാഴ് ജന്മം എന്നൊക്കെ പറഞ്ഞ് ഗുണ്ടകൾ കളിയാക്കുന്നുണ്ട്. അന്നേരം വേലായുധൻ ഒരു കൂസലും ഇല്ലാതെ അങ്ങ് ഇരിക്കുകയാണ്. അബൂബക്കർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത്രയുമാണ് ആ എപ്പിസോഡിൽ കാണിക്കുന്നത്. പക്ഷെ അടുത്ത എപ്പിസോഡിൽ വിഷ്ണു അവിടേക്ക് വരുന്നുണ്ട്. വിഷ്ണു വന്നവരിൽ നിന്നും വേലായുധനെ രക്ഷിച്ചുകൊണ്ട് പോവുകയായിരിക്കും ചെയ്യുന്നത്. അതിനുശേഷമുള്ള കഥ എന്താണെന്നില്ല, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വിഷ്ണുവിൻ്റെ ആ ഒരു സ്ഥിതിയൊക്കെ അറിയുമായിരിക്കും. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.